പശ്ചിമേഷ്യയിൽ യുദ്ധം അന്തമില്ലാതെ തുടരുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അത് ലോകമെമ്പാടും വ്യാപിക്കുന്നു. ലോകത്തെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി യുദ്ധം പടരുന്നു. ഇപ്പോൾ ഓയിൽ ഗ്യാസ് ക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയിലും അതിൻ്റെ പ്രതിഫലനം വന്നിരിക്കുന്നു. ഹോട്ടലുടമകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ നിയന്ത്രിക്കുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലം പ്രധാനമാണ്. വരും ദിവസങ്ങളിൽ ഈ ക്ഷാമം രൂക്ഷമാകാനാണ് സാധ്യത. ഇതിനിടയിൽ യുദ്ധം അവസാനിക്കും എന്ന യാതൊരു സൂചനയും പ്രമുഖ നേതാക്കൾ നൽകുന്നില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലുണ്ട്. കേരളത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. നിരവധി വികസന പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കലൂരിൽ റോഡ് ഷോ, ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പശ്ചിമേഷ്യയിൽ അശാന്തി പടരുന്നു. ഇറാന്റെ ആകാശത്തും കടലിലും ആക്രമണം കടുപ്പിച്ച സംയുക്ത സൈന്യം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നശിപ്പിച്ചുവെന്ന് അമേരിക്ക. ജനവാസ മേഖലകൾ ആക്രമിച്ചെന്ന ഇറാൻ. പടക്കപ്പൽ മുക്കിയത് ക്ഷമിക്കില്ലെന്നും തിരിച്ചടി ഉടനെന്നും ഇറാൻ. ഇറാനുമായി ആശയവിനിമയം നടത്തി ഇന്ത്യ. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ഇറാനോട് തുർക്കി. പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടെ രാജ്യത്ത് പാചകവാതക ലഭ്യതയിൽ വൻ പ്രതിസന്ധി. ഹോട്ടൽ മേഖലയിൽ കടുത്ത ആശങ്ക. ക്ഷാമം നേരിടാൻ അടിയന്തര നടപടിക്ക് സർക്കാർ. നഴ്സുമാരുടെ സമരം 3-ാം ദിവസത്തിൽ. ശമ്പളം കൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നഴ്സുമാർ. അനാവശ്യ സമരമെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ. വലഞ്ഞ് രോഗികൾ. സ്പീക്കർ ഓം ബിർളയെ നീക്കണമെന്ന പ്രമേയത്തിൽ പാർലമെന്റിൽ ഇന്നും ചർച്ച. അമിത്ഷാ വൈകിട്ട് സംസാരിക്കും. പ്രമേയം വോട്ടിനിട്ട് തള്ളാൻ സാധ്യത. T20 ലോകകപ്പിലെ അഭിമാന ജയം ആഘോഷിക്കാൻ ടീം ഇന്ത്യ. വിജയാഘോഷം ഡൽഹിയിൽ. ടീമിന് 131 കോടി രൂപ പാരിതോഷികം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ എത്തുകയാണ്. കേരളത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. അതായത് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യഥാർത്ഥത്തിൽ മോഡി തുടക്കം കുറിക്കുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒപ്പം മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും. അതാണ് ഇന്നത്തെ ആദ്യ പരിപാടി. മറൈൻ ഡ്രൈവിൽ നിന്ന് ഡാനി പോളും കലൂരിൽ നിന്ന് നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മോദി വരുന്നതോടുകൂടി നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഇതിനുശേഷമായിരിക്കും അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഈ സന്ദർശനമൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ കേരളത്തിലുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിവേഗ റെയിൽപാത കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൽവേ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളുണ്ട്. ഒപ്പം നിരവധി കാര്യങ്ങളിൽ കേരളം ആഗ്രഹിക്കുന്ന, വർഷങ്ങളായി കാത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രാവർത്തികമാകുമോ? അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം മോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തിനായി നൽകാൻ പോകുന്ന സമ്മാനങ്ങൾ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. വലിയ പരിപാടിയാക്കാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് തൻ്റെ ലാൻഡിംഗ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. ഡാനി പോൾ മറൈൻ ഡ്രൈവിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഡാനി മറൈൻ ഡ്രൈവിലാണ് ധീവര സഭയുടെ പരിപാടി അല്ലേ? ആദ്യത്തെ പരിപാടി മറൈൻ ഡ്രൈവിലാണ്. അത് നമുക്കറിയാം, BJP രാഷ്ട്രീയ പരിപാടിയല്ല, ഒരു സംഘടനയുടെ പരിപാടിയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാകും. ആദ്യം മോദി എത്തുക നേരെ മറൈൻ ഡ്രൈവിലേക്കാണോ? രഞ്ജിത്ത്, ആദ്യ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി മറൈൻ ഡ്രൈവിലാണ് എറണാകുളത്ത്.
ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം പിന്നീട് അവിടുന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന ആസ്ഥാനത്തെത്തുന്നു. അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നു. ഇവിടെ മറൈൻ ഡ്രൈവിൽ അതിൻ്റെ ഒരു വേദിയും കാര്യങ്ങളുമെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. എടുത്തു പറയേണ്ടത് ഇത്തവണത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ്. കാരണം മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം അത് എല്ലാ മേഖലകളിലും തന്നെ പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനങ്ങളെന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം വിവിധ വേദികളിൽ മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണമുണ്ട്, ലൈവ് ടെലികാസ്റ്റിനടക്കം നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെയും അതിനകത്ത് മാധ്യമങ്ങളുടെ ചാനലുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ട്രൈപോഡ് ഉപയോഗിക്കാൻ പാടില്ല, ക്യാമറയ്ക്ക്, അങ്ങനെ വിവിധ കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇതിൽ ഏറ്റവും ആദ്യത്തെ പരിപാടി നമ്മളിപ്പോൾ കാണുന്നത് മറൈൻ ഡ്രൈവിലുള്ള ഇവിടെ ധീവര സഭയുടെ സുവർണ ജൂബിലി സംഗമമാണ്. പണ്ഡിറ്റ് കറുപ്പൻ നഗർ ഇവിടെ സുവർണ ജൂബിലി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ഏതാണ്ട് 11:30 ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അതിനു മുൻപായിട്ട് തന്നെ 11 മണിക്ക് സമ്മേളന പരിപാടികളെല്ലാം തന്നെ തുടങ്ങും. അതിനുശേഷം 11:30 പ്രധാനമന്ത്രി എത്തിച്ചേരുകയും പ്രധാനമന്ത്രിയാണ് ഇത് സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ 2 പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് അവിടെ 2 പരിപാടികൾക്ക് ശേഷമാണ് അവിടെ നിന്ന് ഇന്ത്യയുടെ യോഗവും അതോടൊപ്പം തന്നെ വിവിധ വികസന പദ്ധതികളുടെ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി നഗരം ഇന്ന് ഏതാണ്ട് ഒരു 9 മണി മുതൽ തന്നെ ഒരു ഗതാഗത ക്രമീകരണങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം 10 മണിയോടുകൂടി പൂർണ്ണമായും തന്നെ പോലീസ് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ തുടരുകയും ചെയ്യും. വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് 10:00 ആ രീതിയിലേക്ക് മാറുന്നു. പിന്നീട് 4 മണിവരെയും ഇതേ ക്രമീകരണങ്ങൾ തന്നെയായിരിക്കും നഗര ഗതാഗതം എന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല എന്നതുകൂടി അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് ഇതിൻ്റെ ഒരു ചെറു വിവരണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഇതാണ്. സുവർണ ജൂബിലി സമ്മേളനം ധീവര സഭയുടേതാണ്. സുവർണ ജൂബിലി സമ്മേളനം അതിൽ ഒരു വലിയ രാഷ്ട്രീയ നിറം കലർത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ധീവരസഭ കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള അവർ തന്നെ അത്തരം ചില തുറന്നു പറച്ചിലുകൾ അടക്കം ഈയിടക്ക് നടത്തിയിരുന്നു. ന്യൂസ് 18 തന്നെയായിരുന്നു അത് പറഞ്ഞിരുന്നത്. കാരണം കുറച്ചുകൂടി തങ്ങളെ പരിഗണിക്കുന്നത് BJP ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ എത്തുന്നു. പ്രധാനമായും തന്നെ ധീവരസഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ പറയുന്ന ചില ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പട്ടികജാതിയിലോ വർഗത്തിലോ തങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യമാണ്. അത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് അവഗണിക്കപ്പെടുകയായിരുന്നു എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ ഇത്തവണയും പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ നിർദ്ദേശങ്ങൾ അടക്കമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പരിഗണനയോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറ്റുനോക്കുന്നത്. ഏതായാലും സുവർണ ജൂബിലി സമ്മേളനത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടന്നിരുന്നു. കുറച്ച് നാൾ നവമി ദിനേശ് കൂടിയുണ്ട്. ഡാനി തുടരുക. നവമി ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടിയാണ് ഇത്. കലൂരിലാണ് നവമി ഉള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നരേന്ദ്രമോദിയുടെ FB പോസ്റ്റ് വന്നിരുന്നു. എക്സ് പോസ്റ്റ് വന്നിരുന്നു. അതിൽ നാളെ മാർച്ച് 11 ഉച്ചയ്ക്ക് 2:15 എറണാകുളത്ത് നടക്കുന്ന NDA റാലിയെ ഞാൻ അഭിസംബോധന ചെയ്യും. LDFൻ്റെയും UDFൻ്റെയും കൊള്ളയ്ക്കും ദുർഭരണത്തിനുമെതിരായി NDAയുടെ സദ്ഭരണ അജണ്ട കരുത്തോടെ നിലകൊള്ളുന്നു. വികസനത്തിലൂന്നിയ രാഷ്ട്രീയത്തിൽ NDA ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കേരളത്തിലെ യുവജന
ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നവമി, അതുതന്നെയാണ്, അതായത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടിയായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള തുടക്കം കൂടിയായി ഇത് മാറുകയാണ്. ഇതിന് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് BJP പോവുക. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റിന് മുൻപ് പരമാവധി പദ്ധതികൾ കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് മോദിക്ക് 2 പരിപാടികളുള്ളത്. ഒന്ന്, ഈ വികസനവുമായി ബന്ധപ്പെട്ട്, അതായത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് ഊർജം, ഗ്രാമീണ കണക്ടിവിറ്റി, ഹൈവേ മേഖലകളിൽ 10,800 കോടിയുടെ വികസന പദ്ധതികളുടെ ഒരു ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ശിലാസ്ഥാപനവും ഉണ്ടാകും. മറ്റൊന്ന്, പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി. ഇതാണ് പ്രധാനപ്പെട്ട മോദി ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, പ്രധാനപ്പെട്ട 2 പദ്ധതികൾ ഇതാണ്. മറ്റൊന്ന്, വികസിത കേരളം മോദിക്കൊപ്പം എന്ന ഒരു മുദ്രാവാക്യം, അതായത് മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിനായി NDA ഒരുങ്ങിക്കഴിയുന്നത്. അതിൻ്റെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം കൂടിയായിരിക്കും ഇന്ന് ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുക. രാവിലെ തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയുള്ള ഒരു പരിപാടി ആയിരിക്കും ഇവിടെ നടക്കുക എന്ന് നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്നു. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ സ്റ്റേഡിയത്തിൽ വന്ന് ഒരുക്കങ്ങളെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു. നേരത്തെ ഡാനി പറഞ്ഞതുപോലെ തന്നെ വലിയ സുരക്ഷയാണ് ഈ പ്രദേശങ്ങൾ ആകെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 12 മണി മുതൽ തന്നെ വാഹനങ്ങൾക്കൊക്കെ ഭാഗികമായിട്ടൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ മുൻവശത്ത് നിന്നും റോഡ് ഷോ ആയിട്ടായിരിക്കും മോദി ആദ്യം ഈ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും BJPയുടെ പരിപാടിയിലെത്തി അവിടെ വെച്ചായിരിക്കും മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാണ് കേരളത്തോട് എന്താണ് മോദിക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോദി എന്തായിരിക്കും പ്രവർത്തകരോട് പറയുക, കേരളത്തോട് പറയുക എന്ന് ഉറ്റുനോക്കുകയാണ്. നമ്മളോടൊപ്പം കുറച്ച് BJP പ്രവർത്തകർ ചേരുന്നുണ്ട്. എവിടെന്നാ വരുന്നത്? അടൂർ മണ്ഡലം. രാവിലെ എത്തി. ഇന്ന് വലിയ ആവേശം തന്നെയാണ്. അതെ. എന്താണ് മോദി വരുമ്പോഴുള്ള നിങ്ങളുടെ പ്രതീക്ഷ എത്രമാത്രമാണ്? കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. എറണാകുളത്തിൽ പ്രത്യേകിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ്. രാവിലെ തന്നെ ഞങ്ങളുടെയൊക്കെ വീടുകളിലെത്തി ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനം എന്ന രീതിയിൽ രാവിലെ എത്തിയതാണ്. എത്രത്തോളം പ്രവർത്തകരാണ് നിങ്ങൾ? ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു 20,000-ഓളം പ്രവർത്തകരുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 50,000-നും 75,000-നും ഇടയ്ക്ക് പ്രവർത്തകർ ഇവിടെ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അരൂരിന്ന് തന്നെയാണ്. മോദിയെ ആദ്യമായിട്ടാണ്? അത് നേരത്തെ വന്നപ്പോഴും കണ്ടോ? മറൈൻ ഡ്രൈവിൽ കണ്ടിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പും കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം നമുക്ക് ആ പ്രതീക്ഷ, കേരളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള പദ്ധതി പ്രഖ്യാപിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. വികസിത കേരളം അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതനുസരിച്ച് തന്നെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രഖ്യാപിക്കും. അപ്പൊ എന്തായാലും വലിയ വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകർ. മോദിയുടെ ഈ ഒരു വരവ്, അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിന്റെ വികസനത്തിലും ഒക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അത് വലിയ പ്രതീക്ഷയാണ് BJP പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുമ്പോൾ. BJP പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പ്രതീക്ഷയാണല്ലോ. കാരണം നമുക്കറിയാം നമ്മൾ എന്തോരം ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണം. അപ്പോൾ പറയാതെ പറയുന്ന മറ്റു പലരുമുണ്ട്, അദ്ദേഹം വരണം, ഇനിയും തുടരണം എന്ന് പറയുന്നത്. അത് പുറമെ പറയാൻ പേടിച്ചിട്ടായിരിക്കാം മിക്കവരും പറയാത്തത്. പക്ഷെ നമ്മൾ ചങ്കൂറ്റത്തോടെ പറയും, മോദിജി തന്നെയാണ് ഇനിയും ഞങ്ങളുടെ അഭിമാനമാണ്. കേരളത്തിൽ എത്രമാത്രം മുന്നേറ്റം ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ മുന്നേറും, നല്ല രീതിയിൽ മുന്നേറും. അത് നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനല്ലേ നല്ലത്. കാരണം നമ്മളിവിടെ ഇപ്പോൾ എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതല്ലായിരിക്കും. അല്ല, ഇത് ലൈവ് തന്നെ, അപ്പൊ പറയുന്നതെല്ലാം പോകുന്നുണ്ട്. അപ്പം നല്ല കാര്യം. നമ്മൾക്ക് 100 അല്ല 110% വിശ്വാസമാണ് നമ്മൾ മുന്നേറും എന്നുള്ളത് തന്നെ. എന്തായാലും രഞ്ജിത്ത്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകരും. ഇത്തവണ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിലെത്തി എന്താണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ബജറ്റിലടക്കം കേരളത്തെ എത്രമാത്രം തഴഞ്ഞു എന്ന് നമുക്കറിയാം. വലിയ വിവാദമുണ്ടായതാണ്, വലിയേറെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ എത്രമാത്രം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും
ഉണ്ടാകും, കേരളത്തിന് ഉപകാരപ്പെടുന്ന എന്തൊക്കെ പ്രധാനമന്ത്രി പറയും എന്നതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏകദേശം ആദ്യത്തെ പരിപാടി കഴിഞ്ഞ ശേഷം, മറൈൻ ഡ്രൈവിലെ പരിപാടി കഴിഞ്ഞ ശേഷം 12 മണിയോടുകൂടിയായിരിക്കും മോദി ഇവിടേക്ക് എത്തുക. വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ കാണാം. മോദി വരുന്നത് പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഇന്നലെ മുതലേ ഇവിടെ നടത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകർ ഇന്നലെ രാത്രി ഉടനീളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 പരിപാടികൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. ആദ്യത്തെ സ്റ്റേജ്, ഈ കാണുന്ന ഇടതുവശത്തെ ഈ സ്റ്റേജിലാണ് പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുക. 10,800 കോടിയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അതിന്റെ ശിലാസ്ഥാപനവുമായിരിക്കും ഇവിടെയുള്ളത്. പ്രധാനമായും ഊർജ്ജം, ഗ്രാമീണ കണക്ടിവിറ്റി, ഹൈവേ മേഖലകളിൽ എന്നീ 3 മേഖലകളിലായിരിക്കും പ്രധാനമായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും. മറ്റൊന്ന് പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസും ഫ്ലാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാമത്തെ വേദിയിലേക്ക്, അത് നമ്മൾ ഇതേ ബാനറുകളൊക്കെ കാണാം. പ്രധാനമന്ത്രിയും രാജീവ് ചന്ദ്രശേഖരനും കൈകോർത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ. മാറ്റത്തിനായി കൈകോർക്കാം എന്നൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഇത്തവണ BJP പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച ഒരു മുന്നേറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് തന്നെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഇത്തവണ 2020 ഉണ്ട്. നമുക്കറിയാം 2020 BJPയിലേക്ക് ചേർന്നതും കഴിഞ്ഞ ഒരുപാട് പത്രസമ്മേളനത്തിലടക്കം BJPയും തങ്ങളുടെ 2020 തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ 2020 അതോടൊപ്പം തന്നെ BDJS, നാഷണൽ കേരള കോൺഗ്രസ് തുടങ്ങിയ NDAയിലെ 12ഓളം പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ഇന്ന് ഈ മോദി എത്തുന്ന വേദിയിൽ ഉണ്ടാകുമെന്നാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മോദി എന്താണ് കേരളത്തോട് പറയാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയം എന്തായാലും വിഷയമാകും. അദ്ദേഹം കേരള സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെയും രൂക്ഷമായി വിമർശിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. തുടരുക. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ വലിയ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന് സുരക്ഷ. നേരത്തെ ഉള്ളതുപോലെയല്ല, കനത്ത സുരക്ഷയിലാണ് കാര്യങ്ങൾ. മാധ്യമപ്രവർത്തകർക്കൊന്നും ലൈവായി മോദിയുടെ പരിപാടി ടെലികാസ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. അതൊക്കെ ഫീഡ് വഴി ANI, PTA പോലെയുള്ള ഏജൻസികൾ വഴി മാത്രമായിരിക്കും പൊതുജനങ്ങൾക്ക് മോദിയുടെ പൊതുസമ്മേളനം അടക്കം കാണാനാവുക. ബസ്സുകൾ വഴിതിരിച്ചു വിടും. ഒപ്പം റോഡ് ഗതാഗതത്തിനും കാര്യമായ നിയന്ത്രണമുണ്ട്. അങ്ങനെ കനത്ത സുരക്ഷയിലാണ് കൊച്ചി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഡാനി, കൊച്ചിയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരുപക്ഷെ അതിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയാണ് ഇന്ന് പ്രധാനമന്ത്രിയെ നഗരം വരവേൽക്കുന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു? രാവിലെ മുതൽ തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങൾ തുടങ്ങിക്കാണുമല്ലോ. രഞ്ജിത്ത്, മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ തന്നെയുള്ളൊരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്നത് നിസ്സംശയം തന്നെ പറയാം. കാരണം വലിയ രീതിയിലേക്ക് അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് ഇന്ന് കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ രാവിലെ അത്ര കടുത്ത രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഏറെ വൈകാതെ തന്നെ ആ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നഗരത്തിലെ പ്രധാന നിരത്തുകളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഒരു ഗതാഗത ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നോ പാർക്കിംഗ് സോണും എല്ലാം തന്നെയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നടക്കം നൽകിയിട്ടുമുണ്ട്. ഈ രീതിയിലേക്ക് ഒരു 10 മണിയോടുകൂടി തന്നെ അത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം അതിൻ്റെ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ എന്നതാണ് സിറ്റി പോലീസുമായി അറിയിച്ചിട്ടുള്ളത്. അതിൽ നേവൽ ബേസ്, തേവര, MG റോഡ്, അറ്റ്ലാന്റിസ്, രവിപുരം, പള്ളിമുക്ക്, ജോസ് ജംഗ്ഷൻ, BTH റോഡ്, പാർക്ക് അവന്യൂ റോഡ്, ഷൺമുഖൻ റോഡ്, മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി ജംഗ്ഷൻ, ബാനർജി റോഡ്, കച്ചേരിപ്പടി, കലൂർ, പാലാരിവട്ടം ഭാഗങ്ങളിൽ, അതായത് നഗരഹൃദയം വരുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മേഖലകളെല്ലാം തന്നെ ഇതിലേക്ക് വരും. അതോടൊപ്പം തന്നെയാണ് NH 66 ചേരാനല്ലൂർ മുതൽ വൈറ്റില വരെയും NH 544 കളമശ്ശേരി മുട്ടം മുതൽ ഇടപ്പള്ളി വരെയും ഈ പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണം, അതോടൊപ്പം തന്നെ ഡ്രോൺ പറത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ നിരോധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഗതാഗത നിയന്ത്രണ വിഭാഗങ്ങളിലുണ്ടാകും. ഒപ്പം തന്നെ ഡ്രോൺ പറത്തലടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുന്നു. ഒപ്പം ഈ ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ ഭാരവാഹനങ്ങൾ
നഗരത്തിലൂടെ കടന്നു പോകുന്നതെല്ലാം തന്നെ ഇതിൽ നിയന്ത്രണങ്ങൾ വരുന്നു. സർവീസ് ബസ്സുകൾ, KSRTC ബസ്സുകൾ ഇവയ്ക്കെല്ലാം തന്നെ ഇന്ന് അവരെ ഒരു സാധാരണ പാത വിട്ട് മാറി സഞ്ചരിക്കേണ്ടി വരും എന്നതും എല്ലാം തന്നെയും ഈ അറിയിപ്പിൽ പറയുന്നു. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ചെറിയ വാഹനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് നഗരത്തിലേക്ക് കൂടുതലായും പ്രവേശനം അനുവദിക്കുകയെങ്കിൽ കൂടിയും അതിനും നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെയും നോ പാർക്കിംഗ് സോൺ ഇന്ന് വലിയൊരു മേഖല തന്നെ നോ പാർക്കിംഗ് സോണാണ്. അദ്ദേഹം പ്രധാനമന്ത്രി എത്തി നേവൽ ബേസിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരുന്ന ആ ഒരു ദൂരം ഇതിൽ എല്ലായിടത്തും തന്നെ നോ പാർക്കിംഗ് സോണാണ്. ഒപ്പം തന്നെ ബാരിക്കേഡുകൾ ഇരുഭാഗങ്ങളിലുമായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയം വരെയും, അതായത് അദ്ദേഹം നേവൽ ബേസിൽ നിന്ന് സഞ്ചരിക്കുന്ന ഇടയിൽ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് എത്തും. അതോടൊപ്പം തന്നെയാണ് കലൂർ സ്റ്റേഡിയം പരിസരമുണ്ട്. കലൂർ സ്റ്റേഡിയം പരിസരം വരെയും ആ ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം തന്നെയും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പരിപാടികളിലുമെല്ലാം തന്നെയും നടക്കുന്നത്. അത്തരം ഒരു നിയന്ത്രണം പൂർണ്ണമായും തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി. നിരവധി പരിപാടികൾ അവിടെയുണ്ട്, നിരവധി പാതകളുടെ ഉദ്ഘാടനമുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിന് വലിയ ഗതാഗത ക്രമീകരണം, സുരക്ഷാ ക്രമീകരണമൊക്കെ അവിടെ ഒരുക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ തുടക്കം കൂടി ഇന്നുണ്ടാകും എന്ന് വേണം കരുതാൻ. ഡാനി പോളും ഒപ്പം നവമി ദിനേശും വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ ആകാശത്തും കടലിലും US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലടക്കം ആക്രമണ പരമ്പര തുടരുന്നു. അമേരിക്കയും ഇസ്രായേലും സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ എത്തുന്നത് തടയാൻ ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി US സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധോപകരണങ്ങളും എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഏറ്റവും പുതിയ വിവരം ഈ ഇറാന്റെ കപ്പലുകൾ 10ഓളം കപ്പലുകൾ നശിപ്പിച്ചു എന്നുള്ള അമേരിക്കയുടെ ഒരു അവകാശവാദമാണ്. അതിന് കടുത്ത തിരിച്ചു നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചാണോ ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ അമേരിക്കയിലും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ ഓയിൽ ക്രൈസിസ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കുക, അത് അമേരിക്കയ്ക്ക് കൂടി ഒരു സമ്മർദ്ദമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹോർമുസിനെ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള 10 ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. ഇവയെ നശിപ്പിക്കാൻ സാധിച്ചതായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനുശേഷം US ആർമിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിരുന്നു. ഇതിലാണ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുണ്ടായിരുന്ന 16 ഇറാനിയൻ മൈനുകൾ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള എല്ലാ ശ്രമവും അമേരിക്ക ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ തങ്ങൾക്ക് മറ്റ് തിരിച്ചടികൾ, ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മൈനുകൾക്ക് നേരെ ആക്രമണം നടന്നത് അവർ ഇതുവരെ പറയുന്നില്ല. ഇപ്പോൾ നിലവിൽ ഒമാൻ മറ്റൊരു ഓഫറുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാലും ഈ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾ വ്യാപാരത്തിനായി ഉപയോഗിക്കാമെന്ന് ഒമാൻ പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഹോർമുസ് കടലിടുക്കിന്റെ ഒരു കിടപ്പനുസരിച്ച് ഹോർമുസിൽ നിന്ന് കുറച്ച് അകലെയാണ് ഒമാന്റെ തീരപ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒമാനിലേക്ക് കച്ചവടം നടത്താൻ സാധിക്കും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ് ഒമാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്.
ഒമാൻ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിലേക്ക് ചരക്കുകളും മറ്റും എത്തിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ വഴി റോഡ് മാർഗം കണക്ട് ചെയ്തുകൊണ്ട് വ്യാപാരം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധി എത്രയും വേഗം തന്നെ പരിഹരിക്കാനാകും എന്നും ഒമാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ചരക്ക് ഗതാഗതത്തിൽ ഒരു കാലതാമസം നേരിടും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. വ്യാപാരത്തിന് പുതിയൊരു വാതിൽ ഇവിടെ തുറന്നു കിട്ടുകയാണ്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ഇന്നലത്തേനേക്കാളും കുറച്ചുകൂടി കുറവുണ്ട്. ഇന്നലെ $90 പെർ ബാരൽ എന്ന് പറയുന്ന നിലവാരത്തിൽ എത്തിയിരുന്നു. ഇന്ന് $87.88 പെർ ബാരൽ എന്ന് പറയുന്ന ഒരു നിലവാരത്തിൽ നിലവിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ സെലൻസ്കി ഇപ്പോൾ ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം ഇറാനിയൻ ജനങ്ങളോട് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്, ഈ ആയത്തുള്ള ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും പുറത്താക്കണം, ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം സ്വന്തം കൈകളിലേക്ക് കൊണ്ടുവരണം എന്നും ബെഞ്ചമിൻ നെതന്യാഹു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഇറാനിൽ ഒറ്റപ്പെട്ടതെങ്കിലും സർക്കാരിനെതിരെ ഇപ്പോഴും തുടർന്നു വരുന്ന പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടു തന്നെയാണ്. അപ്പോൾ ഇറാൻ പോലീസ് മേധാവിയുടെ ഭാഗമായി പിന്നീട് ഇതിന്റെ ഒരു തുടർ പ്രതികരണം ഉണ്ടാകുന്നു. അതായത് ഇറാനിയൻ പോലീസ് മേധാവി പറയുന്നത്, ഈ സർക്കാരിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ശത്രുക്കളുടെ അതേ നിലയാകും എന്നാണ് ഇറാനിയൻ പോലീസ് മേധാവി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം, ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമാണ്. ഇറാനിൽ ഇന്നലെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടന്നത്. ടെഹ്റാനിൽ ഉൾപ്പെടെ വൻ സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഏതാണ്ട് 10,000-ത്തിലധികം ജനവാസ മേഖലകളിൽ ആക്രമണം നടന്നുവെന്ന് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും US-ന്റെ കോൺസുലേറ്റുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ മിസൈൽ തൊടുത്തു വിടുന്നതിന്റെ അയൽ രാജ്യങ്ങളിലേക്ക്. ഇത്തരത്തിൽ തങ്ങൾ പവർഫുൾ ആണ് എന്നതിന്റെ ഒരു പ്രതീതി നിലനിർത്താനുള്ള ശ്രമങ്ങളും ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അത് മുൻപത്തേനേക്കാൾ കുറച്ച് തോത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പക്ഷേ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ ആയുധ സംവിധാനങ്ങൾ തകർന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ആ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ അധികം ഉലച്ചിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നതുകൂടി ഇറാന്റെ ഒരു ലക്ഷ്യമായിരിക്കും. തീർച്ചയായും അതാണ്. ഒപ്പം ഈ സംഘർഷം ഇങ്ങനെ വ്യാപിക്കുമ്പോൾ, അത് കുറയാതെ നിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യ ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാനുമായി സംസാരിച്ചു. നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി വിശദമായി ജയശങ്കർ സംസാരിച്ചു. ബന്ധം തുടരുമെന്നും S. ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇവിടെ നമുക്കറിയാം, നമുക്കൊരുപാട് ആശങ്കകളുണ്ട്. ഹോർമുസ് കടലിടുക്കാണ് പ്രധാന ആശങ്ക. ഇപ്പോൾ ഗ്യാസുമായി ബന്ധപ്പെട്ട വലിയ ക്ഷാമം, പാചകവാതകവുമായി ബന്ധപ്പെട്ട വലിയ ക്ഷാമം ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം രേഖപ്പെടുത്തുന്നു. ഹോട്ടലുകളൊക്കെ, വൻകിട ഹോട്ടലുകൾ പ്രവർത്തനം നിർത്താൻ ഒരുങ്ങുന്നു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു, ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല, പക്ഷേ വാണിജ്യ ഉപഭോക്താക്കളുടെ കാര്യം പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും. 15 ദിവസത്തെ എണ്ണയൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും S. ജയശങ്കർ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി സംസാരിക്കും. ഒപ്പം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്കും ഏറ്റവും അത്യാവശ്യമായ സന്ദർഭമാണ്. തീർച്ചയായിട്ടും S. ജയശങ്കർ ഇറാന്റെ പ്രതിനിധിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് S. ജയശങ്കർ തന്നെയാണ് അദ്ദേഹം തന്റെ എക്സ്പോസ്റ്റ് വഴി സ്ഥിരീകരിച്ചത്. എന്നാൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയായത് എന്ന് നിലവിൽ വ്യക്തമല്ല. ഇറാനെ മറ്റ് നിരവധി വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈന, റഷ്യ, അതുപോലെ നിരവധി രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ തുർക്കിയും ഇറാനെ 2 തവണ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇവരോടൊന്നും ഒരു അനുകൂലമായ സമീപനമല്ല ഇറാൻ നിലവിൽ സ്വീകരിച്ചിരുന്നതെന്ന് ആ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ വിശദീകരണം ഇനിയും വരാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്, ഇറാന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെ ഇനി ഇന്ത്യയുടെ പ്രതികരണം വരണം. അപ്പോൾ മറ്റു രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരം അനുസരിച്ച് അനുകൂലമായ പ്രതികരണമല്ല ഇറാനിൽ നിന്നുണ്ടായത്. അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥത ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നാണ് ഇറാൻ
പറയുന്ന ഒരു കാര്യം. ആക്രമണങ്ങൾ മുഴുവൻ നിർത്തി എങ്കിൽ മാത്രമേ ഇത്തരം ഒരു മധ്യസ്ഥതയിലേക്ക് കടക്കാനാകൂ. എങ്കിലും US-നെയും ഇസ്രായേലിനെയും വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമണം തുടരും എന്നതാണ് ഇറാന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ പ്രശ്നം ആദ്യം ബാധിച്ചു തുടങ്ങിയത് ഈ വാണിജ്യ മേഖലയിലുള്ള ഗ്യാസുകളുടെ വിതരണമാണ്. ഇപ്പോൾ അത് കാരണം ചെന്നൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ അടക്കം, അതുപോലെ ഡൽഹി, പലയിടങ്ങളിലും ഈ ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു പ്രതിസന്ധി ഇപ്പോ ആദ്യം വ്യാവസായിക മേഖലയാണ് ബാധിച്ചതെങ്കിൽ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം അടുക്കളകളിലേക്ക് വരെ കടന്നു കയറാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇത് ഗാർഹിക മേഖലകളെയും സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ യുദ്ധം എത്രയും വേഗം നിർത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളെല്ലാം ഓൺലൈൻ വഴിയാണ് ക്ലാസുകൾ നടത്തുന്നത്. സർക്കാർ ഓഫീസുകൾക്ക് ആഴ്ചയിൽ 4 ദിവസം മാത്രമായി പ്രവൃത്തി ദിവസം. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. തീർച്ചയായും അതാണ് അവസ്ഥ. ഏതായാലും പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്തെ എമ്പാടും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത രാജ്യങ്ങളെ കാര്യമായി ബാധിക്കുന്നു. അവരുടെ പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷം. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിലച്ചത് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. മെനുവിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോസ്റ്റലുകളിലും സമാന സ്ഥിതിയാണ്. വടക്കൻ കേരളത്തിൽ പാചകവാതക വിതരണം നിലച്ച പശ്ചാത്തലം കൂടിയുണ്ട്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇപ്പോൾ തുടക്കത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാണിജ്യ ഉപഭോക്താക്കൾ ഹോട്ടലുകളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് വർദ്ധിക്കുന്ന സാഹചര്യമാണല്ലോ അല്ലേ? അല്ലാതെ ഇത് പരിഹരിക്കാൻ ഉടനെങ്ങും വഴിയില്ല എന്ന തരത്തിലല്ലേ കാര്യങ്ങൾ? അനീഷ് കേൾക്കാമോ? എന്താണ് വടക്കൻ കേരളത്തിലെ പാചകവാതക വിതരണത്തിന്റെ അവസ്ഥ? രഞ്ജിത്ത്, പാചകവാതക വിതരണം വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു കാര്യമാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്നും പറയാൻ കഴിയുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർത്തുന്ന അവസ്ഥ. ബോട്ടിംഗ് പ്ലാന്റുകളിൽ നിന്നും കൊമേഴ്ഷ്യൽ കണക്ഷനുകൾ, അതായത് ഗാർഹിക കണക്ഷനുകൾക്ക് അപ്പുറമുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തിവെക്കുന്ന സാഹചര്യം. കാരണം രാജ്യത്ത് പൂർണ്ണമായും ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചകവാതക വിതരണം ലഭ്യമാക്കാനുള്ള ശക്തമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഹോട്ടലുകളുടെ പ്രവർത്തനമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇനി ബാധിക്കാൻ പോവുക. വലിയ തോതിൽ പാചകവാതകം ആവശ്യമുള്ള സിലിണ്ടറുകൾ ആവശ്യമുള്ളതാണ് ഹോട്ടലുകൾ. നമുക്കറിയാം, പ്രതിദിനം പലയിടങ്ങളിലും 2-3 സിലിണ്ടറുകൾ പോലും ഉപയോഗിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം രാവിലെ മുതൽ തന്നെ ഈ പാചകത്തിനുള്ള സാമഗ്രികൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഒറ്റ ദിവസം ഒരു സിലിണ്ടർ കൊണ്ട് പോലും ഒരു സാധാരണഗതിയിലുള്ള ഒരു ചെറുകിട കടയ്ക്ക് ഹോട്ടലിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പാചകവാതക വിതരണം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതക വിതരണം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ അത് വലിയ തോതിൽ ബാധിക്കും. നമുക്കറിയാം, പണ്ടൊക്കെ അടുപ്പുകളെ ആശ്രയിച്ചൊക്കെയാണ് പല ഹോട്ടലുകളും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഈ പാചകവാതക ലഭ്യത സുഗമമായതോടുകൂടി അത്തരം അടുപ്പുകളെല്ലാം ഹോട്ടലുകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. പൂർണ്ണമായും ഈ പാചകവാതകത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇത്തരം ഹോട്ടലുകളുടെ പ്രവർത്തനം നടക്കുന്നത്. നിലവിൽ തന്നെ പലപ്പോഴും കിട്ടാത്ത അവസ്ഥയുണ്ട്. സിലിണ്ടറുകൾക്ക് വലിയ നിരക്ക് വർധനവുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടലുകളുടെ ബജറ്റ് ആകപ്പാട് താളം തെറ്റിയാണ് നിന്നിരുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ലഭ്യതയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഹോട്ടലിൻ്റെ ജീവനക്കാരുടെ ഉടമകളോടൊക്കെ തന്നെ ചോദിക്കാം. നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളുടെ വ്യവസായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാചകവാതക വിതരണത്തിൻ്റെ ലഭ്യത പലപ്പോഴും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയന്ത്രണം വന്നിരിക്കുന്നത് ഇനിയും ഗാർഹിക കണക്ഷനുകൾക്ക് മാത്രം നൽകിയാൽ മതിയതാണ്. എങ്ങനെയാണ് നിങ്ങളിത് ബാധിക്കുക? ഹോട്ടലുകൾക്ക് വൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇന്നലെ 3 ദിവസം ആവശ്യം വരലുണ്ട്. പക്ഷെ ഇന്നലെ ആകെ 1 കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാ ഹോട്ടലുകൾക്കും ബാധിക്കും. അതായത് നിങ്ങൾക്ക് 3 വേണം, അതിൽ 1 ഇന്നലെ മുതൽ കിട്ടിയിരുന്നത്? ഇന്നലെ വന്നിട്ടുള്ളൂ 1. പിന്നെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയും കൂട്ടി. ഗ്യാസിന് ഒരു സിലിണ്ടറിന് തന്നെ 200 രൂപയൊക്കെ കൂട്ടിയിരുന്നു.
അപ്പം അതൊക്കെ 1080 ഉണ്ട്. പിന്നെ 1700 1800 ആക്കി. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ അടുപ്പൊന്നും ഇല്ലായിരിക്കും. അടുപ്പ് ഇവിടെ ബുദ്ധിമുട്ടാണ്. പുക വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് ഗ്യാസ് തന്നെ പറ്റുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ എത്ര 1680 രൂപയായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ 1880 വന്നിട്ടുണ്ട്. അപ്പോൾ 3-4 ഗ്യാസ് ഇവിടെ ഡെയിലി വേണം. ആ ടൈമിൽ ഇപ്പോൾ ആകെ ഒരു ഗ്യാസ് ഇറക്കുന്നുള്ളൂ. ഇന്നലെ അതിന്റെ ചെറുതാണ് കിട്ടിയത്, 1050 ഉറുപ്പിയുടെ ഗ്യാസ് ഇന്നലെ കിട്ടിയത്. അതുകൂടെ എങ്ങനെ ഹോട്ടൽ മുന്നോട്ട് പോകുന്ന യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ചായയുടെ ഒക്കെ രാവിലെ മുതൽ ഓൺ ചെയ്താൽ സന്ധ്യ ആകുമ്പോഴായിരിക്കും. അതെ, രാവിലെ 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്കാണ് ചായയുടെ ഓഫ് ആക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കും, ഞങ്ങൾക്കത് തികയില്ല ഗ്യാസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങള് ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോ. ഇന്നലെ മുതൽ കേന്ദ്രത്തിന്റെ തീരുമാനം വന്നേക്കുന്നത് ഈ ഗാർഹിക കണക്ഷനുകൾക്ക് മുൻഗണന കൊടുക്കണമെന്നാണ്. ഈ കൊമേഴ്ഷ്യൽ കണക്ഷനുകൾക്ക് ഇനി ഗ്യാസ് ലഭ്യത കുറച്ച് ദിവസത്തേക്ക് പ്രശ്നമായിരിക്കും. അതെ, അപ്പൊ എന്തപ്പോ എന്തിലൊക്കെ നിലപാട് വന്നാലപ്പോ ശരിയാവുള്ളൂ. ഞങ്ങളെ പോലെ ആൾക്കാർ കുടുങ്ങി പോകും ഇപ്പൊ ഇതില്. മൊത്തത്തിൽ ഒന്നും ചെയ്യാനുമില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. അടുപ്പിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഈ ഗ്യാസിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതും കൂടി ഇല്ലെങ്കിൽ കൂട്ടേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ അടുപ്പിലേക്ക് മാറ്റാൻ പറ്റത്തില്ല അല്ലെ? അടുപ്പിലേക്ക് മാറ്റാനുള്ള ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുപ്പിലേക്ക് മാറേണ്ടി. പക്ഷെ ബുദ്ധിമുട്ടാണ്. ഫുള്ളും കിച്ചണൊക്കെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. പിന്നെ പൊല്യൂഷൻ പോലുള്ള പ്രശ്നങ്ങൾ. അതെ, അതിനുള്ള എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അത് എന്തായാലും കട ലീവാക്കണം, പണിയുണ്ടാവും, പുതിയ അടുപ്പുകൾ ഫിറ്റാക്കേണ്ടി വരും. എന്താ ഒന്ന് സംസാരിക്കും. എത്ര തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു? ഞങ്ങളിവിടെ ഒരു 10-12 പേരുണ്ട്. ഞങ്ങളെ മോള് കടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ കുടുംബത്തെ ഇത് ബാധിക്കുമല്ലോ. നിങ്ങൾ ലീവായി കഴിഞ്ഞാല് എത്രയോ കുടുംബങ്ങൾ ഞങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും ഇപ്പൊ കുറ്റി കിട്ടിയില്ലെങ്കിൽ പൂട്ടുക തൽക്കാലം. വേറെ ഒന്നും നിവർത്തിയില്ല ഞങ്ങൾക്ക്. രഞ്ജിത്ത്, അതാണ് നമ്മളൊരു ചെറുകിട ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത്, പാളയത്തുള്ള. ഇവിടെ മാത്രം 10 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് തുറന്നാൽ രാത്രി 8-8 ആകുമ്പോഴാണ് ഈ കടകൾ അടയ്ക്കുന്നത്. ചുരുങ്ങിയത് ഒരു ദിവസം 3 സിലിണ്ടർ ഉണ്ടെങ്കിലും മാത്രമാണ് ഈ കടയുടെ ഒരു സുഗമമായ പ്രവർത്തനം നടക്കുക. ഇന്നലെ മുതൽ ഒറ്റ സിലിണ്ടർ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകം ലഭ്യമല്ല എന്നൊരു സ്ഥിതി വന്നാൽ തൽക്കാലം ഇവർക്ക് പൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്തായാലും ഗാർഹിക കണക്ഷനുകൾക്കും ചില നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം 21 ദിവസത്തിനിടയിലാണ് ഈ കുറ്റികൾ കിട്ടിയിരുന്നത്, ഗ്യാസ് കുറ്റികൾ. പക്ഷേ അത് 25 ദിവസത്തെ ഇടവേളയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ലഭ്യത കുറയുമെന്ന് അറിയുമ്പോൾ ആളുകൾ ഭ്രാന്തമായി സാധനങ്ങൾ വാങ്ങി സൂക്ഷിച്ച് അല്ലെങ്കിൽ കരുതുന്നതിലും മറ്റുമൊക്കെ ഇത് പോകുന്ന ഒരു സാധ്യത ഇല്ലാതാക്കാനാണ്. ഒപ്പം ഈ ഹോട്ടലുകളെ മാത്രമല്ല, ഈ ഹോസ്റ്റലുകളൊക്കെ അടക്കമുള്ളവയ്ക്കും ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, അതായത് നേരിട്ട് വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രവർത്തിക്കാതെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇന്നലെയൊക്കെ പലയിടങ്ങളിൽ നിന്നും അവർക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാരണം പാചകവാതക വിതരണത്തിന് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം നൽകുന്നത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഏത് നിമിഷവും ഹോസ്റ്റലും മറ്റുമൊക്കെ ഒഴിഞ്ഞു പോകാനുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ വീടുകളിലേക്ക് കുട്ടികൾ മാറാനുള്ളൊരു അറിയിപ്പ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗാർഹിക കണക്ഷൻ അപ്പുറമുള്ള വാണിജ്യ സിലിണ്ടറുകൾ നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായാലും ഭക്ഷണ ലഭ്യത കുട്ടികൾക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഹോസ്റ്റലുകളും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം അത് കേരളത്തെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ ഏത് രീതിയിൽ എത്ര ദോഷകരമായി ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ് വന്നു തുടങ്ങിയത്. വരും ദിനങ്ങളിൽ ഈ പ്രതിസന്ധി ഏറെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തെങ്കിലും ഫോമുകൾ യുദ്ധത്തിൽ ഉരുത്തിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് മറ്റും കാര്യങ്ങൾ നീങ്ങുകയോ ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാവും നമ്മുടെ രാജ്യവും. സാഹചര്യം ഏതായാലും ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. LPG പ്രതിസന്ധി അത് രാജ്യമെമ്പാടും വ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന്റെ വല്ലാത്ത രൂക്ഷതയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഉൽപാദനം 10% കൂട്ടും. LPG ക്ഷാമം പരിഹരിക്കുന്നതായി കേന്ദ്രം 3-അംഗ സമിതി രൂപീകരിച്ചു. രാഗേഷ് ഉണ്ട്. രാഗേഷ്, ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാണ് ഇതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത്?
രഞ്ജിത്ത്, യുദ്ധം നീളുന്നു, ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലെ തടസ്സം, ഇതാണിപ്പോൾ രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഏതാണ്ട് LPGയുടെ 90% വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഏതാണ്ട് 21 മില്യൺ ടൺ ആണ് ഇറക്കുമതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ചെയ്യുന്നത്. അങ്ങനെ LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 2 മില്യൺ ടൺ മാത്രമാണ് ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നീക്കത്തിന് ഏറ്റവും നിർണായകമാണ് ഈ ഹോർമുസ് കടലിടുക്ക് ഒമാന്റെയും ഒപ്പം തന്നെ ഇറാന്റെയും ഇടയിലുള്ളത്. പക്ഷേ ആ നീക്കം നടക്കാത്തതാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ പ്രതിസന്ധി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏതായാലും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ നിലവിലെ പ്രതിസന്ധി ഒരു പരിധി വരെ മറികടക്കുക, അതാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. 2ാമത്തെ കാര്യം, ഒരു സമിതിക്ക് ഇപ്പോൾ കേന്ദ്രം രൂപം നൽകിയിട്ടുണ്ട്. അത് 3 അംഗ സമിതിയാണ് രൂപം നൽകിയിട്ടുള്ളത്. ആ സമിതി വിവിധ വശങ്ങൾ പരിശോധിക്കും. കാരണം ഹോട്ടലുകളൊക്കെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. ബംഗളൂരുവിലെ സാഹചര്യമൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബംഗളൂരിൽ മാത്രം അവസാനിക്കുന്നതല്ല പ്രശ്നം, മുംബൈയിലും ചെന്നൈയിലും ഒക്കെ തന്നെ സമാനമായ സാഹചര്യം നേരിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അടിയന്തരമായി എന്തൊക്കെ പരിഹരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക, ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 3 അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആ പാനലിലെ അംഗങ്ങൾ, ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, മറ്റൊന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കൂടാതെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പ്രതിനിധിയും ഈ സമിതിയിലുണ്ടാകും. അങ്ങനെ ഈ 3 പേരടങ്ങുന്ന സമിതി വിവിധ വശങ്ങൾ പരിശോധിക്കും. അവർ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തും. ഒപ്പം തന്നെ ഈ സപ്ലൈ വിതരണമടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമോ, അല്ലെങ്കിൽ യഥാർത്ഥ ആവശ്യക്കാർ ആരൊക്കെ, ഇത് കണ്ടെത്തുക, അടിയന്തരമായി കണ്ടെത്തി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക, ആ ലക്ഷ്യമാണ് ഇപ്പോൾ ഈ സമിതിക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടൽ ഉടമകൾ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടണം, അസാധാരണ പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ശരി, ER രാഗേഷ് വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിന് തിരിച്ചടിയായി MP-മാരുടെ കടമ്പിടുത്തം. MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം കെ സുധാകരനും അടൂർ പ്രകാശും അംഗീകരിക്കുന്നില്ല. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനിരിക്കെ കേരളത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ നേരത്തെ പരസ്യ പ്രതികരണം നടത്തി. ഇതിന് പിന്നാലെ ആരും സ്വയം സ്ഥാനാർത്ഥിയാകേണ്ടെന്നും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചാൽ ശാസന നേരിടേണ്ടി വരുമെന്നും KPC അധ്യക്ഷൻ സണ്ണി ജോസഫും VD സതീശനും മുന്നറിയിപ്പ് നൽകി. സുധാകരൻ അനുകൂലികൾ KPCCയിലേക്ക് പ്രകടനം നടത്തുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെങ്കിലും പിന്നീട് തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതിയ പ്രചാരണ മുദ്രാവാക്യവുമായി CPM. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് മുദ്രാവാക്യം. LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും മുദ്രാവാക്യത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. വയനാടിന് ലോകോത്തര ടൗൺഷിപ്പ് നൽകാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഒരു പ്രചാരണ മുദ്രാവാക്യം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രന്റെ വെല്ലുവിളിയായി ഇത്തവണയും കെ സുന്ദര മത്സരരംഗത്തേക്ക്. 2016-ൽ 89 വോട്ടിന് സുരേന്ദ്രൻ പരാജയപ്പെട്ടപ്പോൾ 467 വോട്ടാണ് അപരനായ കെ സുന്ദര നേടിയത്. അന്ന് സുരേന്ദ്രന്റെ പരാജയത്തിനിടയാക്കിയത് കെ സുന്ദരയുടെ സ്ഥാനാർത്ഥമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായി സുന്ദര എത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ നാടകീയ സംഭവങ്ങളുണ്ടായി. സ്ഥാനാർത്ഥം പിൻവലിച്ചതിന് പിന്നാലെ കോഴ വിവാദവും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ ഉണ്ടായെങ്കിലും കേസിൽ പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. സുന്ദര ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമായ മഞ്ചേശ്വരം എന്നും വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചാ വിഷയങ്ങൾക്കും കേന്ദ്രമാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേര് കെ സുന്ദരയുടേതാണ്. കാരണം കെ സുരേന്ദ്രൻ്റെ തോൽവിക്ക് പ്രധാന കാരണം തന്നെ കെ സുന്ദര മത്സരിച്ചാണ്. 2021 ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥിയായി വരുന്നു, പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ. നമ്മോടൊപ്പം കെ സുന്ദര തന്നെ ചേരുന്നു. എന്താണ് ഇത്തവണ മഞ്ചേശ്വരത്തിൻ്റെ ഒരു സാഹചര്യം? മത്സരിക്കുന്നുണ്ട് അവിടെ പുരോഗതി ആയിട്ടില്ല. നമ്മളെ മണ്ഡലം ഇപ്പോൾ ആര് ജയിച്ച MLA ആയിട്ട് ആരും പുരോഗതി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു SC കാസ്റ്റായ കൊണ്ട് അവിടെ ആ മണ്ഡലത്തിൽ ജയിച്ചെങ്കിൽ അവിടെ പുരോഗതി ആക്കാൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ബസ് സൗകര്യമെല്ലാം കുറവ്. അപ്പോൾ നമ്മൾ ആ മണ്ഡലത്തിൽ സൗകര്യത്തിന് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ ജനങ്ങളെല്ലാം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മത്സരിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിലെല്ലാം അന്വേഷിച്ചൊക്കെ ആയിക്കൊണ്ടുണ്ട്. ആ മണ്ഡലത്ത് അന്വേഷിച്ചാൽ പൂർത്തിയായ പിന്നെ
മത്സരത്തിലുണ്ടാവും. ഇത്തവണ കെ സുരേന്ദ്രൻ തന്നെയാണ് വരുന്നത്. കെ സുന്ദര പേര് എനിക്ക് ആരോട് താല്പര്യമൊന്നുമില്ല, ആരോട് വിരോധമൊന്നുമില്ല. അത് ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇത്തവണ ഏതായാലും മത്സരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ മണ്ഡലത്തിൽ പറഞ്ഞ പോലെ ചെയ്യും. നേരത്തെ 2016 2021 നമ്മളെ കേസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനെ കുറിച്ച് എന്താണ്? അതിന് എന്ത് പറയാനില്ല, അതിലെന്ത് പറ്റും പറയാൻ. ഇപ്പോൾ സുന്ദര യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഈ നായനാർ ഹോസ്പിറ്റലിൽ തെക്കുറ്റായിട്ട് ഇതായിരുന്നു. ഈ KR ജയന്റെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഇതല്ല നമ്മൾ എന്ത് പറയാനില്ല. എന്തായാലും ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവും. എന്തായാലും ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കെ സുന്ദര പറയുന്നത്. ഏതായാലും സുരേന്ദ്രന് വെല്ലുവിളിയായി തന്നെ അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം സുന്ദരയുടെ നീക്കങ്ങൾ. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. നഴ്സുമാരുടെ സമരത്തിൽ വലഞ്ഞ രോഗികൾ 3-ാം ദിവസത്തിലേക്ക് സമരം കടന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ശമ്പളം കൂട്ടാതെ സമരം അവസാനിപ്പിക്കൽ നിലപാടിലാണ് നഴ്സുമാർ. എന്നാൽ സമരം അനാവശ്യമെന്ന നിലപാടിലാണ് ആശുപത്രി മാനേജ്മെന്റുകൾ. സേവനം മുടങ്ങില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇടുക്കി ചിന്നക്കനാലിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ 4 തലമുറകളായി താമസിച്ചു വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുവെന്നാരോപിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ചിന്നക്കനാലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമുണ്ട്. ഇത് ലഭിക്കാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വൈദ്യുതി കണക്ഷൻ ലഭിക്കണമെങ്കിൽ പോലും റവന്യൂ വകുപ്പിന്റെ അനുമതി നിർബന്ധമാണെന്നും അതും പലർക്കും ലഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. 3-4 തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന നമ്മുടെ തോട്ടം തൊഴിലാളികൾ, അവർക്ക് ലൈഫിൽ ഒരു വീട് കിട്ടിയാൽ അതിന് NOC കൊടുക്കാനോ മറ്റു പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് എല്ലാത്തിനും ഈ ചിന്നക്കനാൽ പഞ്ചായത്തിനെ അപേക്ഷിച്ച് അവർക്ക് ഒന്നിനും ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടം തൊഴിലാളികൾ പണിയെടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ലൈൻസിന്റെ വീടുകളേ ഉള്ളൂ. അവിടുത്തെ അവരുടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവർക്ക് കയറി കിടക്കാൻ ഒരു കുടിലെന്ന് പറയുന്ന അവർക്കില്ല. അപ്പൊ ലൈഫ് മുഖാന നമ്മൾ വീടുകൾ കൊടുത്തിട്ട് അതിന് NOC കിട്ടുകയോ അതിന് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുവാനോ സാധിക്കുന്നില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ടെന്റ് പോലുള്ള താൽക്കാലിക നിർമ്മിതികൾക്ക് പോലും റവന്യൂ വകുപ്പ് അനുമതി നൽകുന്നില്ല എന്നാണ് ആരോപണം. ഇതിന്റെ ഫലമായി ഹോം സ്റ്റേ, സാഹസിക വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങി ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഒരു തൊഴിലാളിക്കും വീട് വയ്ക്കാനുള്ള സൗകര്യമോ സ്ഥലമോ കണ്ടെത്തി ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ റിട്ടയർഡ് 60 കൊല്ലമായിട്ട് റിട്ടയർഡ് കഴിയുവാണെങ്കിൽ വീടടയ്ക്കാതെ ഇപ്പോൾ 10 കൊല്ലമായിട്ട് ക്രാച്ചുറ്റി മേടിക്കാതെ തന്നെ അവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കമ്പനിക്കാർ തന്നെ ഇപ്പോൾ IP-യിലേക്ക് പരാതി പറഞ്ഞ് പാലക്കാട്ടിലേക്ക് പോയി കോടതിയിൽ പോയി പൈസ സമർപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. വീട് ഒളിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് തന്നെ അവിടെ കൊടുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തോട്ടം തൊഴിലാളികൾ വീടും സ്ഥലമും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ 60 കൊല്ലം പണിതിട്ട് ഈ പൈസ തന്നെ പോയി കോടതിയിൽ പോയി മേടിക്കുന്ന സംവിധാനമാണ് കമ്പനിക്കാരും ചെയ്യുന്നത്. അപ്പോൾ തോട്ടം തൊഴിലാളികൾ ഇടയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ തകുന്ന തീരുമാനം വേണം. ചില പരിസ്ഥിതി സംഘടനകൾ ഇടപെട്ട് മുത്തമ്മ കോളനി ഉൾപ്പെടെ ചില പ്രദേശങ്ങളിലെ പട്ടയങ്ങൾ റദ്ദാക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആശങ്കയും പങ്കുവയ്ക്കപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വ്യാപാരി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, പ്രദേശവാസികൾ എന്നിവരും സമരത്തിൽ പങ്കുചേരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിലെ പ്രമുഖ വെഡ്ഡിംഗ് കളക്ഷനായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിലെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. സംസാരശേഷിയും ശ്രവണശേഷിയും ഇല്ലാത്ത തങ്ങളുടെ ജീവനക്കാരിക്ക് സഹപ്രവർത്തകരും മാനേജ്മെന്റും ചേർന്ന് നൽകിയ അപ്രതീക്ഷിത സമ്മാനമാണ് ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെ സ്റ്റാഫായ നിത്യയുടെ പുഞ്ചിരിക്ക് ഇന്ന് സംഗീതത്തെക്കാൾ മധുരമാണ്. സംസാരശേഷിയും ശ്രവണശേഷിയുമില്ലാത്ത നിത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞു പോയ വനിതാ ദിനം ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒന്നായി മാറി. വനിതാ ദിനത്തിൽ നിത്യയ്ക്ക് സഹപ്രവർത്തകരും മാനേജ്മെന്റും ചേർന്ന് നൽകിയത് ഒരു അപ്രതീക്ഷിത സമ്മാനം.
തന്നുകൊണ്ട് പൊന്നാടണിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശബ്ദങ്ങളുടെ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുമ്പോഴും പുഞ്ചിരി കൊണ്ടും ജോലിയിലെ ആത്മാർത്ഥത കൊണ്ടും സ്ഥാപനത്തിന്റെ പ്രിയങ്കരിയായി നിത്യമാറി. അതുകൊണ്ട് തന്നെ വനിതാ ദിനത്തിൽ അവളുടെ വലിയൊരു സ്വപ്നമാണ് സഹപ്രവർത്തകർ പൂവണിയിച്ചത്. കേൾവിശക്തിക്കായി അത്യാധുനികമായ ഒരു ഹിയറിംഗ് എയ്ഡാണ് ഇവർ നിത്യയ്ക്ക് സമ്മാനമായി നൽകിയത്. ഏറ്റവും സന്തോഷം ഏറ്റവും ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുവാണ്. കാരണം പലപ്പോഴും ജോലി അന്വേഷിച്ച് വരുമ്പോൾ ഒരു 6000 രൂപയെങ്കിലും മാസം കിട്ടാനുള്ള വകുപ്പുണ്ടോ, എന്തെങ്കിലും ഒരു കൂലി ജോലി വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിത്യവും ധാരാളം ആളുകളോട് പലരും മുഖേന എന്നെ സമീപിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും മനസ്സിനിഷ്ടം ഏറ്റവും ചെറിയ വേതനത്തിനെങ്കിലും ഒരു ജോലി കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെങ്കിൽ ആ 100% കുടുംബത്തിന് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയിട്ടോ ഒക്കെ വിനിയോഗിക്കുന്ന പൈസയായിരിക്കും. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു സ്ത്രീകളുടെ കിട്ടുന്ന 90% കിട്ടുന്ന സ്ത്രീകളുടെ കിട്ടുന്ന പണവും അത് കുടുംബത്തിലേക്ക് പോകത്തുള്ളൂ. അതോടൊപ്പം കഴിഞ്ഞിട്ട് പോകാറില്ല. ഹിയറിംഗ് എയ്ഡ് ചെവിയിൽ വെച്ചപ്പോൾ തങ്ങളുടെ സഹപ്രവർത്തകരുടെ മുഖത്ത് വിരിഞ്ഞ വിസ്മയവും സന്തോഷവും കണ്ടുനിന്നവരുടെ കണ്ണുകളെപ്പോലും ഈർന്നണിയിച്ചു. തന്റെ ചുറ്റുമുള്ളവരുടെ ശബ്ദങ്ങൾ ആദ്യമായി കേട്ടപ്പോൾ നിത്യയുടെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായി. ന്യൂസ് 18 തൊടുപുഴ. ഡെർമറ്റോളജിയിൽ അർഹതയില്ലാത്തവർ നടത്തുന്ന കോസ്മെറ്റിക് ചികിത്സകളും സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നതിനായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റ്, വെനീരിയോളജിസ്റ്റ് ആൻഡ് ലെപ്രോളജിസ്റ്റ് കേരള ശാഖയുടെ നേതൃത്വത്തിൽ മാധ്യമ സമ്മേളനം സംഘടിപ്പിച്ചു. ത്വക്ക് ചികിത്സകളും കോസ്മെറ്റിക് നടപടികളും ആവശ്യമായ മെഡിക്കൽ പരിശീലനവും യോഗ്യതയുമില്ലാത്തവർ നടത്തുന്നത് രോഗികളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകി. ലേസർ ചികിത്സകൾ, ഇൻജക്റ്റബിൾ ചികിത്സകൾ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായ മെഡിക്കൽ രോഗനിർണയവും നിർണായകമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സുരക്ഷിതവും ശാസ്ത്രീയവുമായ ചികിത്സയ്ക്കായി രോഗികൾ യോഗ്യരായ ഡെർമറ്റോളജിസ്റ്റുകളെ മാത്രമേ സമീപിക്കാവൂവെന്നും സംഘടന അഭ്യർത്ഥിച്ചു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IADVL കേരളം QR കോഡ് ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ പുറത്തിറക്കി. രോഗികൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട ഡോക്ടർ IADVL രജിസ്റ്റർ ചെയ്ത ഡെർമറ്റോളജിസ്റ്റാണോ എന്ന് സ്ഥിരീകരിക്കാനാകും. ഇതോടൊപ്പം ഡെർമറ്റോളജിയിൽ MD, DNB, DVD, DDV, DDVL പോലെയുള്ള അംഗീകൃത യോഗ്യതകളുള്ള ഡോക്ടർമാരെ തിരിച്ചറിയുന്നതിനും സുരക്ഷിതമല്ലാത്ത ചികിത്സകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന നിർദ്ദേശങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവച്ചു. ഡോക്ടർ നവീൻ തോമസ്, ഡോക്ടർ ബസന്ത് പോൾ, ഒപ്പം ഡോക്ടർ ഡേവിഡ് പുതുക്കാടൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ കാണുന്നുണ്ട്. ഡെർമറ്റോളജി അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്. പല പ്രൊസീജിയേഴ്സും ചെയ്ത് കോംപ്ലിക്കേഷൻസ് ആയി, ബേൺസ് ആയി, സെക്കൻഡറി ഇൻഫെക്ഷനായിട്ട്, അല്ലെങ്കിൽ അൾസറായിട്ട്, പുണ്ണായിട്ടൊക്കെ ഇപ്പോൾ കുറേ പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ബോധവൽക്കരിക്കാനാണ് ഞങ്ങളിന്ന് പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത്. നമ്മുടെ ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് പോകണം. കാഞ്ഞിരകുളം സ്വദേശികളായ അനീഷിൻ്റെയും രേഷ്മയുടെയും മകൾ ധ്യാനികയുടെ 2ാം പിറന്നാളാണ് ഇന്ന്. കുടുംബവും ബന്ധുക്കളും ധ്യാനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് 18നും ധ്യാനക്കുട്ടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ആറ്റിങ്ങൽ സ്വദേശി നിരഞ്ജനയുടെ 16ാം ജന്മദിനമാണ് ഇന്ന്. നിരഞ്ജനയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നത് അമ്മ ശ്രുതിയും ആമിയും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വാർത്തകൾക്കായി തുടരുക ന്യൂസ് 18-നൊപ്പം. നമസ്കാരം.